ചൂടല്ലേ? നല്ല ചൂട്. ഇല്ല, നല്ല ചൂട്. നല്ല ഒരു സിനിമയ്ക്ക് പോകാൻ പോകുന്നു. ഇതുവരെയും കണ്ടില്ല കേട്ടോ സിനിമ. ദൃശ്യം 3 സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണതേ. നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലേ ദൃശ്യം 3 സിനിമ. ഞാൻ ഇത് ബട്ടൺ തെറ്റിയിട്ട് നേരെ സ്ലൈഡ് എവിടെ എന്തോ. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇത്തിരി തല കെട്ടി തരുവോ? ഇല്ല ഇല്ല, കൊള്ളൂല. ഇങ്ങനെ കെട്ടിയാലോ? പിന്നെ ഞാൻ എപ്പോഴും കെട്ടണ പോലെ കെട്ടിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇങ്ങനെ പോണ വയസ്സ് ഇങ്ങനെ കെട്ടി കെട്ടി പോവാം. അതേ നടക്കും. വേണ്ട, ഇന്നലെ എനിക്ക് കിട്ടിയ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ എനിക്ക് കിട്ടിയ വെട്ട് കണ്ട അറിഞ്ഞാ? എടുത്ത് വെട്ടിയത്? എന്തെടുത്ത് വെട്ടിയേ? ചക്ക വെട്ടിക്കൊണ്ട് ഇങ്ങനെ ചക്ക ഇങ്ങനെ അതിന്റെ മുകളിലത്തെ മടല് ചെയ്യപ്പോഴത്തേക്കാണെങ്കിൽ വന്ന് ഒറ്റ വെട്ട്. ഇന്നലെ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ സമ്മാനം. നീ കണ്ട വല്ലത്? നീ അങ്ങ് അമ്മാമ്മേരെ വീട്ടിൽ പോയി കിടന്നാൽ നീ ഒന്നും കാണണ്ട. ഞാൻ ഇവിടെ കിടന്ന് ചത്താലും നീ ആരും അറിയില്ല. രണ്ടുപേരും മാത്രമല്ല, വേറെ 5 കൂടെ. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എന്താ അപ്പൊ ഇനി സിനിമ തിയേറ്ററിൽ പോവാം. വെരി സ്പെഷ്യൽ ഡേ ആണെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പ്രിയദർശിനി വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു വി ഡി സതീശൻ സാർ, നമ്മുടെ ഗതാഗത മന്ത്രി. വെരി സ്പെഷ്യൽ താങ്ക്സ്. ബസ്സിന് സൗജന്യ യാത്ര ആയതുകൊണ്ടൊന്നും അടിച്ചു കറങ്ങി നടക്കുന്നതല്ല കേട്ടോ. ബസ്സിന് കാത്തു നിന്നപ്പോഴത്തേക്ക് പ്രിയദർശിനി ബസ് വന്നു. പിന്നെ അതിൽ കയറി. ഒരു ദിവസമെങ്കിലും എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനും മോളും കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കൊരു 2 വീലർ ഉണ്ട്, അതിലാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേറൊരാളും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ബസ്സിൽ കയറിയത്. പിന്നെ എന്നും എനിക്ക് അടിച്ചു കറങ്ങി നടക്കാനും പറ്റത്തില്ല. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യണുണ്ട്, വീടിനടുത്താണ്. അപ്പോൾ അവിടെ പോയാൽ മാത്രമേ നമുക്ക് 3 നേരം ആഹാരം കഴിച്ച് എന്തെങ്കിലും കിടക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പോകണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ. തമിഴ്നാട് തിയേറ്ററിലാണേ പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ പോണേ. ദൃശ്യം ഇല്ലേ? ചോദിച്ചു നോക്ക്, ദൃശ്യം ഉണ്ടോ ഒന്ന്? ഇല്ലേ? ഇല്ലേ? നമ്മൾ ദൃശ്യ സിനിമ കാണാൻ വന്നു, പക്ഷെ ടിക്കറ്റ് ഉണ്ടോ എന്നൊരു സംശയം. ചോദിച്ചു നോക്ക്. ഉണ്ടാ? ഇല്ലേ? ഏത് ബീസ്റ്റാ? അപ്പം ദൃശ്യം ഇല്ലേ? അയ്യേ, മോശമായിപ്പോയി. വേറെ അതുണ്ടെന്ന് ചോദിക്കും. എന്തോന്ന് കലിംഗയാ? ഇത് ഇത്ര തന്നെ ഉള്ളൂ. ആയാ ബ്ലാസ്റ്റ് ഏതെടുക്കാം? ബ്ലാസ്റ്റാ? ഷോ ഇല്ലാത്തതാ? കൊള്ളാമോന്തോ? കൊള്ളാണെങ്കിൽ അല്ലേ, അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ വന്ന് പോയി. നമുക്ക് വേറെ എവിടെയും പോകാം. ബ്ലാസ്റ്റ് എങ്കിൽ ബ്ലാസ്റ്റ് അതെങ്കിലും എടുക്കും. നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല വന്നത്. ഏത് ഷോ ഉണ്ടെന്ന് നോക്കുകയും ചെയ്തില്ല. ഇവിടെ വന്നപ്പോഴേക്ക് ദൃശ്യം 3 ഇല്ല കേട്ടോ. കിച്ചുവിന് കയറി ഇറങ്ങി ദേഷ്യമായി. പിന്നെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്ലാസ്റ്റ് നോക്കി കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി പോകണം. കീഴെ ഇറങ്ങണം. കീഴെ നമ്മൾ കളിക്കവള. അയ്യോ, ഏത് എനിക്ക് മറന്നുപോയി. ഏത് കാളിയേശ്വരി അല്ലേ? കളിക്കവള കാളിയേശ്വരി തിയേറ്ററിലാണ് വന്നത്. അതുകൊണ്ട് ഇങ്ങനെ കീഴെ ഇറങ്ങ്. അങ്ങനെ ഒരറ്റത്തൊരു സീറ്റ് കിട്ടി, അറ്റത്ത് 3 സീറ്റ് കിട്ടി. ദൃശ്യോ? അയ്യോ, ദൃശ്യം രാവിലെയായിരുന്നു. രാവിലെ പറഞ്ഞില്ലല്ലോ, ഉച്ചക്കല്ലേ പറഞ്ഞു. ഇവിടെ ഇല്ല. എന്തോന്നു? ദൃശ്യം ഇവിടെ ഇല്ല.
ഈസ്റ്റ് പുറത്തും തിരുവനന്തപുരത്ത് എന്നാ പിന്നെ തിരുവനന്തപുരത്ത് പോകാം. തിരുവനന്തപുരത്ത് 9:30 രാത്രി അല്ലെ 6:30 6:30 വൈകുന്നേരം. നമ്മൾ ഇരുട്ടിലായി. അപ്പൊ ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് കാണാമേ. ഇത് ഈ അല്ലേ ഇങ്ങോട്ട് നീങ്ങുന്നത്, നിങ്ങൾ ഒടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങിട്ടില്ലേ? ബാ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വെളിയിലിറങ്ങി. സിനിമ ഒരുവിധം കണ്ടിരിക്കാൻ കൊള്ളാം. നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല വന്നത്, അതുകൊണ്ട് ദൃശ്യം 3 ഷോ അവിടെ ഇല്ലായിരുന്നു, നമ്മൾ നോക്കുകയും ചെയ്യില്ല. അങ്ങനെ ബ്ലാസ്റ്റാണ് കണ്ടത്. ബസ്സിന് വേണ്ടിയിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു തിരക്കില്ലാത്ത ബസ് പോയി കേട്ടോ, നിർത്തി തന്നില്ല. നമ്മൾ പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് അവർ നിർത്തി തരാത്തതായിരിക്കാം. ഡ്രൈവറും കണ്ടക്ടർമാരും ഇപ്പോൾ നമ്മളെ നികൃഷ്ട ജീവികളെ കാണുന്നത് പോലെയാണ് കാണുന്നത്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഓട്ടോ പിടിച്ചാണ് വന്നത്. ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുന്ന സ്ത്രീകളുണ്ട്, അവരെങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല കേട്ടോ.